നമസ്കാരം. വിജയെ കണ്ടാൽ ഒരു കോളേജ് സ്റ്റുഡന്റ്സിനെ പോലെ ഉണ്ട്. എങ്ങനെയാ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സാഹസം നേടി ഒരു വലിയ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്? ഇതിന്റെ രഹസ്യം എന്താണ് വിജയ്? ഓരോ മനുഷ്യന്റെ വിജയത്തിന്റെ മുമ്പിലും ഒരു പെണ്ണുണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ എന്റെ വിജയത്തിന് കാരണമായ പെണ്ണ് ഇപ്പൊ എന്റെ മുന്നിലുണ്ട്. എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ അല്ല പറഞ്ഞത്. ടിവിയുടെ മുമ്പ് ഇരുന്ന് ഇപ്പോൾ ഇന്റർവ്യൂ കാണുന്നുണ്ടാവും, അതാ പറഞ്ഞു. ഓ, അപ്പോ വിജയുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? എന്താ, പെണ്ണെന്ന് പറഞ്ഞ ഉടനെ ഭാര്യയാകണമെന്നൊക്കെ ഉണ്ടോ? എങ്കിൽ അമ്മയാണോ? അല്ല, എന്റെ അമ്മയ്ക്കും മേലെയാണ് എന്റെ ചേച്ചി. ഞാൻ ജനിച്ചു കഴിഞ്ഞ എന്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കെല്ലാം ചേച്ചിയാണ്, പൂജ. മിസ്റ്റർ വിജയ്, ഞാൻ നിങ്ങളോട് പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ? എന്താ ഇത്, കോടിക്കണക്കിന് ആൾക്കാർ ടി വി കണ്ടോണ്ടിരിക്കുക, ഇതിനിടയ്ക്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ? അതല്ല, വിജയ് ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? കുറഞ്ഞതൊരു 10 പേര് കാണും. 10 പേര്? നിക്ക് ഓരോരുത്തരെ പറയാം. മൈ ഫസ്റ്റ് ലവ് ഈസ് മൈ ഡാഡ്, മിസ്റ്റർ സേതുപതി. എന്റെ വല്യേട്ടൻ കൃഷ്ണൻ. അതെ അനിയ, നിന്റെ നല്ല മനസ്സിനൊപ്പം ഞങ്ങൾ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്റെ വല്യേടത്തി ഉമ. എന്റെ ചെറിയേട്ടൻ വാസു. എന്റെ ചെറിയേടത്തി ഗിരിജ. ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട. 10 പേരിൽ 5 പേരെ പറഞ്ഞു. ഇനി ബാക്കിയുള്ളവരോ? മനോജ്, ഗായത്രി, കല്യാണി, സുരാബി. വാസു, അത് പറഞ്ഞതല്ലേ, വെറുതെ ഷോ കാണിക്കാൻ. അവൻ ആരെ നിക്കറിട്ടോണ്ട് കുട്ടികളോടൊപ്പം ചേർത്തിരിക്കാൻ. ഇതിലെല്ലാം ഉപരി എന്റെ ചേച്ചി. കൺഗ്രാറ്റ്സ്. ഒന്ന് പോടാ. താങ്ക് യു. യെസ്, ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. എന്താ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നതാണോ പ്രണയം? ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും പ്രണയം. കുഞ്ഞ് അമ്മയെ സ്നേഹിക്കുന്നതും പ്രണയമാണ്. വണ്ട് പൂവിനെ ചുറ്റുന്നതും പ്രണയമാണ്. പുല്ലിന്റെ മേലെ മഞ്ഞ് വീഴുന്നതും പ്രണയം. എന്തിനാ കൂടുതല്? പ്രണയമില്ലെങ്കിൽ ഈ ലോകം ശൂന്യമാണ്. ലോകമെല്ലാം ഒരു വാക്ക്, ഒരു വാക്കിൽ ലോകം മുഴുവനും. അതാണ് പ്രണയം. എന്താ ഇത്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കറണ്ട് കട്ടാണോ? അങ്ങനൊന്നും ഇല്ല ചേച്ചി. ഇല്ല ഇല്ല, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ? ഒന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലില്ല, എന്നെ വിട്. Good morning. India Shipping Corporation, Executives and Directors, നിങ്ങളോടെല്ലാം ഒരു സന്തോഷ വാർത്ത പറയാൻ പോകുന്നു. പോയ വർഷം നമ്മുടെ കമ്പനി ഇന്ത്യയിലെ ടോപ്പ് 10-ലെ ഒന്നായിരുന്നു. താങ്ക് യു. ടോപ്പ് 10-ൽ ഒന്നായിരുന്നാൽ മതിയോ? 10-ൽ നമ്മൾ ടോപ്പ് ആയിരിക്കണം. അതുകൊണ്ട് സ്വിറ്റ്സർലൻഡിലിരിക്കുന്ന ഒരു കമ്പനിയോട് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ഐഡിയ പറഞ്ഞത് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ വിജയ്. അതുകൊണ്ട് ഈ വിഷയം സംസാരിക്കുവാൻ വേണ്ടി മിസ്റ്റർ വിജയ് നിങ്ങളുടെ ആശീർവാദത്തോടെ സ്വിറ്റ്സർലൻഡിലേക്ക് വിടാൻ പോകുന്നു. 1972 ഞാൻ ഫോറിനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് എൻ്റെ ഈ തന്നിട്ട് നീ സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോ അവൻ വളർന്ന് ഫോറിനിലേക്ക് പോകാൻ പോകുന്നു. നിനക്ക് സന്തോഷം തന്നെ അമൃതവല്ലി? ഡാഡി, ഈ ഫ്ലാഷ് ബാക്ക് പറയുന്ന ശീലം എപ്പോഴാണ് നിർത്തുന്നത്? ഈ സമയത്ത് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? വിജയ്, ഫ്ലൈറ്റിന് സമയമായി, പുറപ്പെട്. നിക്ക്, ചേച്ചി ഇങ്ങോട്ട് വരട്ടെ. അവൾക്ക് സ്കൂളിൽ വേറെ എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും. നീയല്ലേ പോകേണ്ട, നീ പുറപ്പെട്.
ഞാൻ ചേച്ചി വരാതെ അങ്ങനെ പോകുന്നേ? ആ ചേച്ചി വന്നല്ലേ നീ എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് പോവില്ല. ചേട്ടാ ഇത് കണ്ടില്ലേ, തുമ്മുന്നതിനും തുപ്പുന്നതിനും ഒക്കെ ചേച്ചി വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ഇവനെ കൊണ്ട് തോറ്റല്ലോ. അല്ല പ്രിൻസിപ്പൽ മേഡം എത്തിയല്ലോ. സോറി 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 എന്താ പ്രിൻസിപ്പളെ, പഞ്ച്വാലിറ്റി വേണ്ടേ? സോറിയുടെ കുട്ടാ, ട്രാഫിക്കിൽ കുടുങ്ങിയതാ. സാരമില്ല ചേച്ചി. വിഷ് യു ഹാപ്പി ജേർണി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.